എല്ലാവർക്കും നമസ്കാരം. ആരോഗ്യം തന്നെ ഏറ്റവും വലിയ സമ്പത്താണെന്ന് പറഞ്ഞത് ബുദ്ധനാണ്. ലോകത്തെ കീഴടക്കുന്നതിലും വിലപിടിപ്പുള്ളത് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന മനസ്സാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ ലോകം അനവധി ആനന്ദമായ രുചികളിലേക്കാണ് ഓടുന്നത്. പക്ഷെ ശരീരം ക്ഷീണിക്കുന്നു, മനസ്സ് തളരുകയും ചെയ്യുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ബുദ്ധൻ പറഞ്ഞിരുന്ന മിതമായ ഭക്ഷണവും ശുദ്ധമായ മനസ്സുമാണ് ആരോഗ്യമുള്ള ജീവിതത്തിന്റെ അടിസ്ഥാനം. ഈ വീഡിയോയിൽ നാം മനസ്സിലാക്കാൻ പോകുന്നത് ബുദ്ധൻ നമ്മോട് പഠിപ്പിച്ച ആഹാരശാസ്ത്രം, മിതമായ ഭക്ഷണത്തിന്റെ രഹസ്യം, മനസ്സോടെ ഭക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം, എല്ലാം ചേർന്ന് ഭക്ഷണം ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും പോഷിപ്പിക്കുന്നു എന്ന മഹത്തായ സത്യമാണ്. ഇനി നമുക്ക് നോക്കാം ബുദ്ധൻ നമ്മെ ആരോഗ്യത്തിലേക്ക് നയിച്ച സത്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ബുദ്ധൻ നേരിട്ടൊരിക്കലും ഇത് കഴിക്കണം ഇത് കഴിക്കരുത് എന്ന രീതിയിൽ ഒരു ഡയറ്റ് ചട്ടങ്ങൾ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഭക്ഷണശൈലി, അതിന്റെ അളവ്, മനോഭാവം, ശുദ്ധത എന്നിവയെക്കുറിച്ച് വളരെ വ്യക്തമായാണ് പഠിപ്പിച്ചത്. ഞാനിനി പറയാൻ പോകുന്നത് തേരവാദ ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളെക്കുറിച്ചാണ്. ആരോഗ്യ സംരക്ഷണം സംബന്ധിച്ച് വളരെ വിലപ്പെട്ട ഉപദേശങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമീപനം ശാരീരിക ആരോഗ്യത്തെക്കാൾ ആഴത്തിലുള്ളതായിരുന്നു. മനസ്സ്, ജീവിതശൈലി, ഭക്ഷണം, ജാഗ്രത, ധ്യാനം എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു. ഞാൻ ബുദ്ധൻ നൽകിയിട്ടുള്ള പ്രധാന ആരോഗ്യ സംരക്ഷണ ടിപ്പുകളെക്കുറിച്ച് പറയാം. ഒന്നാമതായി, മിതമായി ഭക്ഷണം കഴിക്കുക. മിതമായി ഭക്ഷണം കഴിക്കുന്നവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ലഭിക്കും. അധികം ഭക്ഷണം കഴിക്കുന്നതും വിശപ്പിനെ അവഗണിക്കുന്നതും ശരീരത്തിന് ദോഷകരമാണ്. ബുദ്ധന്റെ ശിഷ്യന്മാർ ഭോജന സമയത്ത് അളവറിയുക എന്ന നിബന്ധനം പാലിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഭക്ഷണം ജീവിതത്തിനായാണ്, രുചിക്കായല്ല. മിതമായി, ശാന്തമായി, നന്ദിയോടെ ഭക്ഷിക്കുക. അതാണ് ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ആദ്യ പടി. രണ്ടാമതായി, ധ്യാനം ചെയ്യുക. ധ്യാനം മനസ്സിനെ ശാന്തമാക്കുന്നു. ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കുന്നു. മാനസിക വിഷമതകൾ കുറയ്ക്കുന്നു. ദിവസവും ഒരു 10-15 മിനിറ്റ് ധ്യാനം ചെയ്യുന്നത് ശരീരത്തിനും മനസ്സിനും നിത്യശുദ്ധിയാണ്. മൂന്നാമതായി, പ്രകൃതിയോടൊപ്പം ജീവിക്കുക. ബുദ്ധനും ഭിക്ഷുക്കളും എല്ലായ്പ്പോഴും പ്രകൃതിയിലായിരുന്നു. മരച്ചുവട്ടിൽ ധ്യാനവും നദീതീരത്ത് വിശ്രമവും ചെയ്തിരുന്നു. സൂര്യപ്രകാശം, ശുദ്ധവായു, ശാന്തമായ പരിസരം ഇവയാണ് ശരീരത്തിനും മനസ്സിനും പ്രകൃതിദത്ത ഔഷധങ്ങൾ. ദിവസവും അല്പം സമയം പ്രകൃതിയിലേക്ക് ചെലവാക്കുക. അതും മനസ്സിന് പുതിയ ഉണർവ് നൽകും. നാലാമതായി, കോപം, ദേഷ്യം, അസൂയ എന്നിവ ഒഴിവാക്കുക. കോപം, ദേഷ്യം തുടങ്ങിയ വികാരങ്ങൾ രക്തസമ്മർദ്ദം, അമിത ചിന്ത, ഉറക്കക്കുറവ് എന്നിവയ്ക്ക് കാരണമാകും. ബുദ്ധൻ പഠിപ്പിച്ചത് ദയ, കാരുണ്യം, ക്ഷമ ഇവ മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുന്നു. ദിവസം അവസാനിക്കുന്നതിന് മുൻപ് എല്ലാ കോപങ്ങളും വിടുക. അത് ഹൃദയത്തിനുള്ള മരുന്നാണ്. അഞ്ചാമതായി, മനസ്സ് ജാഗ്രതയോടെ നിലനിർത്തുക. ഭക്ഷണം കഴിക്കുമ്പോൾ, നടക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ മനസ്സിനെ ജാഗ്രതയോടെ നിലനിർത്തുക. അതിലൂടെ മനസ്സ് അലഞ്ഞു പോകാതെ ഇപ്പോഴുള്ള നിമിഷത്തിൽ നിൽക്കാൻ സാധിക്കും. ഇത് മാനസിക ആരോഗ്യത്തിനും ശരീരത്തിലെ ശാന്തതയ്ക്കും അത്യാവശ്യമാണ്. ആറാമതായി, ശരീരം ശുദ്ധമായി സൂക്ഷിക്കുക. ബുദ്ധൻ പറഞ്ഞിരുന്നു, ശരീരവും മനസ്സും രണ്ടും ശുദ്ധമാകുമ്പോൾ മാത്രമാണ് സമാധാനം നേടാനാകുന്നത്. ശരീരശുദ്ധി രോഗങ്ങൾ തടയുന്നു. മനസ്സിന്റെ ശുദ്ധി വിഷമങ്ങൾ നീക്കുന്നു. ദിവസവും കുളിക്കുക, ശുദ്ധവസ്ത്രം ധരിക്കുക, ശാന്തമായ ഇടങ്ങൾ തിരഞ്ഞെടുക്കുക. ഇവ ശാരീരിക മാനസിക ആരോഗ്യത്തിനും ആവശ്യമുള്ളതാണ്. 7, പര്യാപ്തമായ വിശ്രമം എടുക്കുക. ബുദ്ധൻ പഠിപ്പിച്ചത് അലസതയും അത്യാധിക ശ്രമവും രണ്ടും ശരീരത്തിന് ദോഷം ചെയ്യും. മിതമായ തൊഴിൽ, സമയബന്ധിതമായ വിശ്രമം ഇവയാണ് ശരീരത്തിനും മനസ്സിനും ശരിയായ സന്തുലനം നൽകുന്നത്. വിശ്രമം ദൗർബല്യമല്ല, അത് ശരീരത്തിന്റെ പുനർനിർമ്മാണമാണ്. 8, ദയയും കരുണയും അഭ്യസിക്കുക. കരുണയുള്ളവരുടെ മുഖം ശാന്തമാകുന്നു, ശ്വസനം ലളിതമാകുന്നു, അവർക്ക് മാനസിക സമ്മർദ്ദവും കുറവായിരിക്കും. ദയയും നന്ദിയും ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന മനഃശാസ്ത്രിക മരുന്നുകളാണ്. 9, ആസക്തി കുറയ്ക്കുക. വസ്തുക്കളിലേക്കുള്ള അതിവിശ്വാസവും ആഗ്രഹങ്ങളും മനസ്സിനെ അശാന്തമാക്കും. അനാസക്തിയും സമത്വവും ആത്മീയ മാനസിക ആരോഗ്യം നിലനിർത്തും. 10, സന്തുഷ്ടതയോടെ ജീവിക്കുക. ലഭിച്ചതിൽ നന്ദിയും സംതൃപ്തിയും തോന്നുമ്പോൾ മനസ്സ് സമാധാനത്തിലാകും, ശരീരം സൗഖ്യത്തിലാകും. കുറവല്ല, മതിയെന്ന ബോധം ആരോഗ്യത്തിനുള്ള യഥാർത്ഥ മന്ത്രമാണ്. ബുദ്ധന്റെ ആരോഗ്യ സംരക്ഷണ മാർഗങ്ങളാണ് ഇവയൊക്കെ. ശരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ്? തൃപ്തിക്കായിട്ടാണോ, രുചിക്കായിട്ടാണോ, അതോ ജീവിക്കാൻ വേണ്ടിയാണോ? ബുദ്ധൻ പറഞ്ഞത് ഭക്ഷണം ആസ്വദിക്കാനല്ല, അത് ജീവിക്കാനുള്ളതാണെന്നാണ്. ഇതൊരു വാക്യം മാത്രമല്ല, ജീവിത ദർശനമാണ്. ആരോഗ്യവും ആത്മീയതയും തമ്മിൽ അറ്റില്ലാത്ത ബന്ധമുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. അതിൽ ഒന്നാമതായി തന്നെ മിതമായ അളവിൽ ഭക്ഷണം കഴിക്കുന്ന കാര്യമായിരുന്നു. അതായത് സമത്വത്തിന്റെ ആദ്യ പാഠം. ഒരു തീ കത്തിക്കാനായി എത്ര മരം വേണമെന്ന് ഒരിക്കൽ ബുദ്ധൻ ശിഷ്യന്മാരോട് ചോദിച്ചു. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞത് അളവിന് മാത്രം മതി എന്നായിരുന്നു. അപ്പോൾ ബുദ്ധൻ വ്യക്തമാക്കിയത് അളവിന് മതി എന്നാണ് ജീവിതത്തിന്റെ രഹസ്യം. അതേ ചട്ടം തന്നെയാണ് ഭക്ഷണത്തിന് ബാധകമായത്. അധികം കഴിക്കുന്നത് ശരീരത്തെ ഭാരപ്പെടുത്തും. മിതമായ അളവിൽ കഴിച്ചാൽ ശരീരവും മനസ്സും സമത്വത്തിൽ നിലനിൽക്കുകയും ചെയ്യും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണ നിയമം.
ശരീരത്തിനും മനസ്സിനും ശുദ്ധി വരുത്തുന്ന രീതിയിൽ ലളിതവും ശുദ്ധവുമായ ഭക്ഷണമാണ് കഴിച്ചിരുന്നത്. അവർ കഴിച്ചിരുന്നത് കൂടുതലും അരി, പയറുവർഗ്ഗം, പഴങ്ങൾ, പച്ചക്കറികൾ, തേൻ തുടങ്ങിയ പ്രകൃതിദത്തമായ ഭക്ഷണങ്ങളായിരുന്നു. അവയിൽ വിഷമയമോ രാസവസ്തുക്കളോ ആഗ്രഹങ്ങളോ ഇല്ല. ഇന്നത്തെ ലോകത്ത് നമുക്ക് ഇതിൻ്റെ അർത്ഥം മറ്റൊന്നാണ്. പ്രോസസ് ചെയ്ത ഭക്ഷണം ഒഴിവാക്കുക, പ്രകൃതിദത്തവും ലളിതവുമായ ഭക്ഷണം തിരഞ്ഞെടുക്കുക. തേരവാദ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ശരീരത്തെ ശക്തിപ്പെടുത്തുന്ന 5 പ്രകൃതിദത്ത വിഭവങ്ങളുണ്ട്. അവ നെയ്യും, വെണ്ണയും, എണ്ണയും, തേനും, ശർക്കരയുമാണ്. ഇവയെല്ലാം ഔഷധ സഹായിയായ ഭക്ഷണം എന്നാണ് ബുദ്ധൻ പറഞ്ഞത്. അവ ശരീരത്തിലെ അഗ്നിയെ നിലനിർത്തുകയും മനസ്സിനെ ഉണർത്തുകയും ചെയ്യുന്നവയാണ്. അവർ സൂര്യാസ്തമയത്തിന് ശേഷം ആഹാരം കഴിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടവർ ദിവസത്തിൽ ഒരിക്കൽ മാത്രം, അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് മാത്രമായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. ഇത് ശരീരത്തിന് വിശ്രമം നൽകുകയും ജീർണ പ്രവർത്തനം ശരിയാക്കുകയും ചെയ്തു. ഇന്ന് നാം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ബുദ്ധന്റെ ജീവിത രീതിയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഉണ്ടായിരുന്നതാണ്. ഇന്ന് ഡോക്ടർമാരും പോഷക വിദഗ്ധരും പറയുന്നത് 16 മണിക്കൂർ ഉപവാസം ശരീരത്തെ ഡീറ്റോക്സ് ചെയ്യുന്നു, ജീർണശക്തി മെച്ചപ്പെടുത്തുന്നു, അതുപോലെ ഹോർമോൺ ബാലൻസ് ഉറപ്പാക്കുന്നു, ഉറക്കം ഗുണപ്പെടുത്തുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്നു. ബുദ്ധൻ അതിനെ ധ്യാനത്തിനും ആത്മശുദ്ധിക്കുമായി ഉപയോഗിച്ചു. ഇന്ന് ശാസ്ത്രം അതേ രീതിയെ ആരോഗ്യശാസ്ത്രം എന്ന് പറയുന്നു. ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ബുദ്ധൻ എന്ന് പറയുന്നത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഒരു പ്രാക്ടീഷണർ തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വെയിറ്റ് ലോസ് അല്ലായിരുന്നു. മനസ്സിന്റെ നിയന്ത്രണവും ധ്യാനത്തിന്റെ ആഴവും ശരീരത്തിന്റെ ലാളിത്യവുമായിരുന്നു. ഭക്ഷണം ജാഗ്രതയോടെ മാത്രം ഭക്ഷിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓരോ കഷണവും ശ്രദ്ധയോടെ രുചിച്ച് കഴിക്കുക, ഫോൺ നോക്കാതെ, ചിന്തകളിൽ മുങ്ങാതെ. ഭക്ഷണത്തിന്റെ ഗന്ധം, രുചി, രൂപം അവയെല്ലാം മനസ്സോടെ അനുഭവിക്കാൻ സാധിക്കണം. ഇത് ധ്യാനത്തിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ ജീർണപ്രവർത്തനം മെച്ചപ്പെടും, മനസ്സ് ശാന്തമാവുകയും ശരീരം ലാളിത്യത്തിലാവുകയും ചെയ്യും. അനാവശ്യമായ മാംസാഹാരങ്ങൾ കുറയ്ക്കുകയും ജീവജാലങ്ങളോടും പ്രകൃതിയോടും കരുണ കാണിക്കുന്ന തരത്തിൽ ജീവിക്കുകയും ചെയ്യുക. ബുദ്ധൻ വെള്ളം കുടിക്കുന്നതിന് മുൻപ് അത് തുണിയിലൂടെ പിഴിഞ്ഞ് ശുദ്ധമാക്കുക എന്ന് നിർദ്ദേശിച്ചിരുന്നു. ശുദ്ധത മനസ്സിലും വേണം എന്ന സൂചനയുമാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് വെള്ളം പ്യൂരിഫൈ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന പലതരത്തിലുള്ള സജ്ജീകരണങ്ങൾ ലഭ്യമാണ്. അല്ലാത്ത പക്ഷം നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാനും സാധിക്കും. രോഗാവസ്ഥയിൽ പ്രത്യേക ആഹാരങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. ശരീരത്തെ സുഖപ്പെടുത്താൻ ലാളിത്യമാണ് മരുന്നായി വരുന്നത്. രോഗാവസ്ഥയിലിരിക്കുന്നവരോട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ കഞ്ഞി, തേൻ, നെയ്യ്, ലളിതമായ പാനീയങ്ങൾ എന്നിവയാണ് ഭക്ഷിക്കേണ്ടത്. ഇത് ശരീരത്തിന് ഊർജ്ജം നൽകുകയും മനസ്സിന് വിശ്രമം നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞു. നന്ദിയോടെ ഭക്ഷിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. നന്ദിയോടെ കഴിക്കുന്ന ഭക്ഷണം മനസ്സിനെ ശാന്തമാക്കും. ആരോഗ്യമെന്നും ശരീരത്തിൽ മാത്രമല്ല, നന്ദിയുള്ള മനസ്സിലാണ് അതിൻ്റെ ഉറവിടം. ബുദ്ധന്റെ ഭക്ഷണശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ഭക്ഷണം ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയുള്ളതല്ല, മനസ്സിനെ ശുദ്ധമാക്കാനും ആത്മാവിനെ ഉണർത്താനുമുള്ളതാണ്. മിതമായ ഭക്ഷണം മനസ്സിന് സമാധാനം, ശുദ്ധമായ മനസ്സ് ശരീരത്തിന് ആരോഗ്യവും നൽകുന്നു. ഇതാണ് ബുദ്ധന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. അത് ഇന്നും അത്രത്തോളം പ്രസക്തമാണ്. അതുകൊണ്ട് മനുഷ്യന്റെ യഥാർത്ഥ സമ്പത്ത് സ്വർണത്തിലും ധനത്തിലും മാത്രമല്ല, ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തിലാണ്. കാരണം ശരീരം രോഗികളായാൽ ആനന്ദം നഷ്ടമാകും, മനസ്സ് അശാന്തമായാൽ സമ്പത്തും നഷ്ടമാകും. ആരോഗ്യം നമുക്ക് ജീവിക്കാൻ മാത്രമല്ല, ശാന്തിയായി ജീവിക്കാൻ വേണ്ടിയാണ്. എല്ലാ കാര്യത്തിനും മുൻപിൽ നമ്മുടെ മനസ്സാണെന്ന് നാം മറക്കരുത്. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതം നിർമ്മിക്കുന്നത്. ദുഷ്ടചിന്തകൾ വളർത്തിയാൽ രോഗങ്ങൾക്കും വിഷമങ്ങൾക്കും വാതിൽ തുറക്കും. ശാന്തവും കരുണയുമുള്ള ചിന്തകൾ മനസ്സിനെ സമാധാനത്തിലേക്ക് നയിക്കും. അത് ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുകയും ചെയ്യും. അതിനാൽ ബുദ്ധൻ പറഞ്ഞത്, മനസ്സിനെ ശുദ്ധമാക്കുക, ശരീരം സ്വയം പിന്തുടരും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലും വാക്കുകളിലും നിങ്ങളുടെ പ്രവൃത്തികളിലും ഒരു ജാഗ്രത ഉണ്ടായിരിക്കണം. അതുപോലെ ദോഷങ്ങളെയും ഒഴിവാക്കുക. മനുഷ്യൻ ചെയ്യേണ്ടതിൽ 3 അടിസ്ഥാനങ്ങൾ ഉണ്ടെന്ന് ബുദ്ധൻ പറഞ്ഞിരുന്നു. ദോഷം ചെയ്യാതിരിക്കുക, നല്ലത് മാത്രം ചെയ്യുക, മനസ്സിനെ ശുദ്ധമാക്കുക എന്നിവയാണവ. ഇവ പാലിക്കുമ്പോൾ മനസ്സ് ശാന്തമാകും. ശാന്തമായ മനസ്സ് ശരീരത്തിന് രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു. അത് തന്നെയാണ് ആന്തരിക ആരോഗ്യത്തിന്റെ അടിസ്ഥാനം. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ബുദ്ധന്റെ ആരോഗ്യ ദർശനം എന്ന് പറയുന്നത് ശരീരപരം മാത്രമായിട്ടുള്ളതല്ല. അത് മനസ്സ്, ചിന്ത, ശാന്തി, ജാഗ്രത, കരുണ എന്നിവയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.